വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ നേതാക്കളെ, സമാദരണീയരായ സദസ്യരെ, ഈശ്വരാനുഗ്രഹം എല്ലാ അർത്ഥത്തിലും ഉണ്ടാകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടങ്ങട്ടെ. ഈ പരിപാടിയുടെ പേര് വഖഫ് ഇൻകുലാബിൻ്റെ തമ്പ് എന്നാണ്. ഇൻകുലാബ് എന്ന് പറയുന്നത് സമൂലമായൊരു വിപ്ലവത്തിൻ്റെ സമഗ്രമായൊരു ശബ്ദമാണ്. അറബി ഭാഷയിൽ ഇൻകലബിൽ നിന്നൊട്ടായിട്ടുള്ള മൗലാന മെഹ്റാനി ആദ്യമായി ഇൻഡോ പാക് ഭൂഖണ്ഡത്തിൽ മുഴക്കിയ ആ മുദ്രാവാക്യമാണ് ഇൻകുലാബിൻ്റെ തമ്പ് എന്ന പേരിൽ ഞങ്ങൾ സ്വീകരിച്ചത്. തമ്പ് എന്ന് പറയുന്നത് വെറുമൊരു കൂടാരമല്ല, ഒരു മഴവിൽ കൂടാരമാണ്. കാരണം ഇത് കേരളമാണ്. കേരളീയതയുടെ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരമുഖത്തെ അഭിമുഖീകരിക്കുന്നത്. കേരളീയത ഭാരതീയതയുടെ ഭാഗമാണെങ്കിലും ഇന്ന് രണ്ട് ഭാരതീയതയുണ്ട്. ഒന്ന് പൗരാണിക ഭാരതീയത. കന്യാകുമാരി മുനമ്പ് മുതൽ അങ്ങ് വടക്ക് മക്രോൺ തുറമുഖം വരെ, കിഴക്ക് ബർമീസ് കാടുകൾ മുതൽ പടിഞ്ഞാറ് തീരഭൂമികൾ വരെ 120 രജിസ്ട്രി ഭാഷകൾ സംസാരിക്കുന്ന നരവംശങ്ങളുടെ കാഴ്ച ബംഗ്ലാവ്, സ്വർണത്തിൻ്റെ മരം എന്നൊക്കെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച വൈവിധ്യമാർന്ന ഭാരതീയത. ആ ഭാരതീയതയിലാണ് മോഹൻജദോയും ഹാരപ്പയും ഹരിത നഗരങ്ങളായി വികസിച്ചത്. ആ പൗരാണിക ഭാരതീയതയിലാണ് മാലിക് ദിനാറിൻ്റെ കപ്പൽ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയത്. പക്ഷേ പഞ്ചസാരക്കുപ്പയിൽ പാഷാണം നിറച്ചതുപോലെ അസത്യത്തിന് സത്യത്തിൻ്റെ മുഖംമൂടി അണിയിച്ചുകൊണ്ട് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ എന്ന് പറയുന്നത് പോലെ ആ ധർമ്മപ്രബുദ്ധമായ ഭാരതീയതയ്ക്ക് പകരം ഒരു നവീന ഭാരതീയത ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. തീർച്ചയായും ഇത് ഭാരതീയമേയല്ല. പണ്ട് ഹിറ്റ്ലറും മുസോളിനിയും സാമ്രാജ്യങ്ങളും കൊണ്ടുവന്ന ഫാഷിസം, ഇതിനോട് ആർക്കെങ്കിലും സാമ്യമുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നാം അടിച്ചോടിച്ച മഹാത്മജി ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ് അടിച്ചോടിച്ച യൂറോപ്യൻ സംസ്കൃതിക്ക് മാത്രമേ നവീന ഭാരതീയതയുമായിട്ട് ബന്ധമുള്ളൂ. യഥാർത്ഥ ഭാരതീയതയുമായി നവീന ഭാരതീയതയ്ക്ക് പൊക്കിൾ കൊടി ബന്ധമില്ല. പക്ഷേ നാം കേരളത്തിലാണ്. കേരളം നവീന ഭാരതീയതയുടെ ഭാഗമേയല്ല. കേരളം പൗരാണിക ഭാരതീയതയുടെ ഭാഗമാണ്. ആ പൗരാണിക ഭാരതീയതയിലാണ് തോമാസ് ലീഹ കപ്പലിറങ്ങിയത്. ആ പൗരാണിക ഭാരതീയതയിലാണ് മാലിക് ദിനാർ ഇളങ്കോവടികളുടെ ചമൽക്കാരങ്ങൾ ഉറങ്ങുന്ന കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയത്. പിന്നീട് അതിൻ്റെ പേര് കൊടുങ്കൊലയ്യൂരായി മാറി. പിന്നീടത് കൊടുങ്ങല്ലൂരായി മാറി. നവീന ഭാരതീയതയുടെ മുൻഗാമികളാണ് കൊടുങ്ങല്ലൂരിനെ കൊടുങ്കൊലയ്യൂരാക്കി മാറ്റിയത്. പക്ഷേ ഞങ്ങളുടെ സമരമുഖത്തിലെ നേതാക്കൾ കേരളത്തിന് പുറത്തിരിക്കുന്ന ആരെങ്കിലുമല്ല. കേരളത്തിന് പുറത്തിരിക്കുന്ന
ചരിത്രത്തിലെ മഹിതമായ ഒരു മഹാവൃക്ഷത്തെ ഞങ്ങൾ നേതാവായി അംഗീകരിച്ചിരിക്കുന്നു. അതാണ് ഞങ്ങൾ ആദ്യം വച്ചടിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധിജിയുടെ പേര്. എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞ് നവഖാലികയിലൂടെ നടന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഗീതയെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വ്യാഖ്യാന ഗ്രന്ഥം നവീന ഭാരതീയത ഇറക്കിയപ്പോൾ സ്വന്തമായി ഗീതാവ്യാഖ്യാനം തൃശ്ശൂരിൽ ഇക്കാവമ്പ് പരിഭാഷപ്പെടുത്തി മലയാളത്തിലാക്കിയ ഗീതാവ്യാഖ്യാനം ഇറക്കിയ മഹാത്മാഗാന്ധി എന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹമാണ് ഞങ്ങളുടെ സമരമുഖത്തിലെ ഉയർന്ന നേതൃത്വം. അദ്ദേഹത്തിൻ്റെ ചിത്രം മാത്രമേ കേരളത്തിന് പുറത്തുള്ളതുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളുടെ തലവാചകം എഴുതിയത് പോരാട്ടം ഭരണകൂടത്തോടാണ്. അത് ഗാന്ധിജിയും നെഹ്റുവും നയിച്ച ഭരണകൂടമല്ല. ഈ നാട്ടിൻ തോലണിഞ്ഞ ചെന്നായി എന്ന് പറയുന്നത് പോലെ നവഭാരതീയത, യഥാർത്ഥ ഭാരതീയതയെ മറച്ചു പിടിക്കുന്ന നവഭാരതീയതയുടെ ഭരണകൂടമാണ്. ആ ഭരണകൂടത്തോടാണ് ഞങ്ങൾ പോരടിക്കുന്നത്. ഞങ്ങൾ പോരടിക്കുന്നത് കേരളീയതയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ മണ്ണിൻ്റെ മണമുണ്ട്. ഞങ്ങളുടെ സമരത്തിന് മലയാള ഭാഷയുടെ സ്വരവ്യഞ്ജനങ്ങളുടെ ശൈലിയുണ്ട്. അല്ല, ഞങ്ങളുടെ രണ്ടാമത്തെ മുദ്രാവാക്യം അനുസരണം ഭരണഘടനയോടെന്നാണ്. ഇന്ത്യയിലെ വിശുദ്ധമായ ഭരണഘടനയെ നമിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നയിക്കുന്നത്. ഞങ്ങളുടെ സമരം പൂർണ്ണമായും ഫാഷിസത്തോടാണ്. ഫാഷിസം ആ മുതൽ ഇക്ഷ വരെയുള്ള ഏത് പാർട്ടി ഇറക്കിയാലും ഫാഷിസമാണ്. ഫാഷിസത്തെ നാം എതിർക്കുക തന്നെ ചെയ്യും. അനന്തമായി ഞങ്ങൾ ഐക്യപ്പെടുന്നത് മാനവികതയോടാണ്. മാനവിക മൂല്യങ്ങളുള്ള ദൈവനിഷേധിയോടും ദൈവഭക്തനോടും ഞങ്ങൾ ഐക്യപ്പെടുന്നു. മുഹബ്ബത്ത് ഫത്തിഹെ ആലം, പ്രപഞ്ചത്തോടാണ്, പ്രപഞ്ചത്തെ ഭരിക്കുന്ന സ്നേഹത്തോടാണ് ഞങ്ങൾ ഐക്യപ്പെടുന്നത്. ഞങ്ങൾ നയിക്കുന്നത് കേരളീയതയുടെ, കേരള സംസ്കാരത്തിൻ്റെ അടിത്തൂണുകളാൽ മാറിയ മഹിതരായ നേതാക്കളാണ്. സമത്വത്തിൻ്റെ സുന്ദരമായ വിപ്ലവത്തിൻ്റെ അറിവിൻ്റെ ജ്വാലകൾ പകർന്ന ശ്രീനാരായണ ഗുരു മുതൽ പ്രാചീന മലയാളം എഴുതിയ ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എന്ന് കേൾക്കുമ്പോൾ മലയാള ഭാഷയല്ല, കേരളത്തിൻ്റെ പ്രാചീന ചരിത്രമാണ് പ്രാചീന മലയാളം. പിന്നീടുള്ളത് മഹാത്മയ്യങ്കാളിയാണ്. അധികാരത്തിൻ്റെ കോട്ടകൊത്തളങ്ങളിലേക്ക് വില്ലുവണ്ടി ഓടിച്ചു പോയ ധീരനായ സമര പോരാളി. ഒന്ന്, ബ്രിട്ടീഷ് അക്രമത്തിൽ തകർന്നുപോയ എറണാടൻ വള്ളുവനാടൻ താലൂക്കുകളിലെ മാപ്പിള പെണ്ണുങ്ങളുടെ കണ്ണീരൊപ്പാനോടി നടന്ന MP നാരായണ മേനോൻ. അല്ല, MP നാരായണ മേനോനൊപ്പം പള്ളികളിൽ കയറി ബ്രിട്ടീഷ് വിരുദ്ധ പ്രസംഗിച്ച കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ. ICCക്ക് അതിൻ്റെ പാരമ്പര്യമുണ്ട്. ICCയിൽ ജുമയ്ക്ക് ശേഷം വിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട് കാലം ചെയ്ത സമാധിയടഞ്ഞ ശിവഗിരിയുടെ സ്വാമി സുഗുണാനന്ദ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം നട്ടുപിടിപ്പിച്ച മുട്ടപ്പഴമാണ് ഇന്നും ICCയുടെ മുറ്റത്ത് പന്തലിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് സമത്വസുന്ദരമായ, എല്ലാം പൂക്കുന്നു കഴിക്കുന്നത് എല്ലാറ്റിനും വളക്കൂറിച്ച് തിന്നിലമെന്ന് കേരള സംസ്കാരത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് മലയാള ഭാഷയുടെ മാതൃത്വത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് വക്ബടാനന്ദൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും മുഹമ്മദ് റഹ്മാനിൻ്റെയും ഒക്കെ അബ്ദുൽ ഖാദർ മൊയ്ലിയുടെയും പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്വാമി ശശ്വതികാനന്ദയുടെ ഈശ്വരീയ സംസ്കൃതിയുടെ പ്രാതിനിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് വാർത്താമാധ്യമങ്ങളിൽ വഴിത്തിരിവ് സൃഷ്ടിച്ച സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ മുമ്പിൽ
മിത്രങ്ങളല്ലാതെ ശത്രുക്കളില്ല. ശത്രുവായി വരുന്നത് ഒരേ ഒരു കൂട്ടായ്മ മാത്രം, അത് ഫാഷിസമാണ്. ഇവിടെ 2 യാത്രാ സംഘമേ ഉള്ളൂ. ഒന്ന് ഇന്ത്യയെ സ്വർഗമാക്കാനുള്ള ഞങ്ങളുടെ യാത്രാ സംഘം, ഒന്ന് ഇന്ത്യയെ നരകമാക്കാനുള്ള ഫാഷിസത്തിൻ്റെ യാത്രാ സംഘം. നിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബഹുമാന്യരായ സഹോദരങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നതിന് വേണ്ടി എന്താണ് വഖഫ് ബിൽ എന്ന് നമ്മോട് പറയുന്നതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ ഹബീബ് ജഹാൻ സാഹിബിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഈ പ്രൗഢോജ്വലമായ സദസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ള ബഹുമാന്യ സുഹൃത്ത് അഫ്സൽ തയ്യിബ്, ഉദ്ഘാടകനായിട്ടുള്ള നമുക്കേറെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ സാർ, ഇൻഖിലാബ് തമ്പിൻ്റെ അതിൻ്റെ മാറ്റുകൂട്ടുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ വേദിയിലെ അതിഥികളായിട്ടുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയ പ്രേക്ഷകരെ, സുഹൃത്തുക്കളെ, കൊളോണിയൽ കാലത്ത് നിന്ന് ഫാഷിസ്റ്റ് കാലത്ത് എത്തപ്പെട്ടിട്ടുള്ള ഒരു ഇന്ത്യൻ സാഹചര്യത്തിലാണ് വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ പാർലമെൻറ്റിലും തെരുവുകളിലും നീതിന്യായ കോടതികളിലും വളരെ ശക്തമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വട്ടംകുളത്തെ ഈ ചെറിയൊരു ഗ്രാമത്തിൽ 2025 ഫാസിസ്റ്റ് ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള വഖഫ് അമെൻമെൻറ്റ് ബില്ല്, അതിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പോരാട്ടത്തിൻ്റെ ഈ തമ്പിൽ നമ്മൾ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒട്ടേറെ ചർച്ചകൾ, സംവാദങ്ങൾ, സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ ഇതിനോട് ഐക്യപ്പെട്ടുകൊണ്ട്, ഈ പോരാട്ടത്തോടും പ്രതിഷേധത്തോടും ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുകയുണ്ടായി. വഖഫ് എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്തുക എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. മൂലധനത്തെ നിലനിർത്തിക്കൊണ്ട് ദൈവപ്രീതിക്ക് വേണ്ടി അതിൻ്റെ ഗുണങ്ങൾ മനുഷ്യരുടെ വിവിധങ്ങളായിട്ടുള്ള പൊതുനന്മകൾക്ക് വിവിധ ഇനങ്ങളിലേക്ക് മാറ്റിവെക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 കാര്യങ്ങളൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവനുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുമെന്നുള്ളത്. അങ്ങനെ മരണത്തിന് ശേഷവും അവനിലേക്ക് ചേർക്കപ്പെടുന്ന മഹത്തായിട്ടുള്ള പുണ്യകർമ്മമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള പദമാണ് സ്വതക്ക ജാരിയ, പരന്നൊഴുകുന്ന സ്വതക്ക എന്ന് പറയും, ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത്. പ്രവാചക കാലം മുതൽക്ക് തന്നെ പ്രവാചകരും അവരുടെ ശിഷ്യന്മാരും അതിനുശേഷം വന്നിട്ടുള്ള 14 നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പൊതുനന്മ ലക്ഷ്യമാക്കിക്കൊണ്ട്, ദൈവപ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ധാരാളം സമ്പത്തുകൾ നീക്കിവെച്ചിട്ടുണ്ട്. അതാണ് വഖഫ് എന്ന് പറയുന്നത്. പള്ളികൾക്ക് വേണ്ടി, ഖബർസ്ഥാനുകൾക്ക് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, പക്ഷിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ, പൂച്ചകളെ സംരക്ഷിക്കാൻ, മൃഗങ്ങൾക്ക് മേഞ്ഞു നടക്കാൻ വേണ്ടി, യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി, ദൂരദിക്കുകളിൽ നിന്ന് യാത്ര ചെയ്തു വരുന്നവർക്ക് വിശ്രമിക്കാൻ വേണ്ടി സത്രങ്ങൾ പണിയുക, ഹോസ്പിറ്റലുകൾ പണിയുക, ഇങ്ങനെ ഒരുപാട് അത്ഭുതകരമായ രീതിയിൽ അതിൻ്റെ ഒരു ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആശുപത്രികളിൽ രോഗം കൊണ്ട് വിഷമിക്കുന്ന രോഗികൾക്ക് സമാശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി
ഖാദികന്മാരെ നിയമിക്കാറുണ്ടായിരുന്നു, കഥ പറയുന്ന ആളുകളെ നിയമിക്കാറുണ്ടായിരുന്നു. ആ കഥ പറയുന്ന ആളുകൾക്ക് വേണ്ടി ശമ്പളം കൊടുക്കാൻ, ആ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടിരുന്നു. മോട്ടിവേഷൻ, അവർക്ക് പ്രതീക്ഷ നൽകുവാനും ശുഭപ്രതീക്ഷ നൽകുവാനും വേണ്ടി നമ്മൾ കൗൺസിലർമാർ നമ്മുടെ നാട്ടിൽ അല്ലേ, മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ ഒരു ദൗത്യം. അതുപോലെ രോഗികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള മോട്ടിവേറ്റർമാരായിട്ടുള്ള എംപ്ലോയീസിനെ ഹോസ്പിറ്റലുകൾ നിയമിക്കുകയും അവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലോകത്തിലെ തന്നെ ഒന്നാമത്തെ സർവകലാശാല ജാമിയ അൽ ഖിർവാൻ, അതൊരു സ്ത്രീയാണ് അത് വഖഫായിട്ട് നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഉള്ളിടത്തെല്ലാം തന്നെ വഖഫ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും, നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ഇന്ത്യയിലും ഹെക്ടർ കണക്കിനായിട്ടുള്ള സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, സ്വത്തുക്കൾ വഖഫായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഡൽഹിയിലെ കണ്ണായ സ്ഥലങ്ങളൊക്കെ തന്നെ വഖഫായി നീക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റി, അലിഗർ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ, നമ്മുടെ കേരളത്തിലെ JDT ഫറൂഖ് കോളേജ്, അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഗ്രാമങ്ങളിലുള്ള കൊച്ചു മദ്രസകൾ തൊട്ട് ദീനി മദാരിസുകൾ തൊട്ട് ആശുപത്രികൾ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുസ്ലിം സമൂഹത്തിനും അല്ലാത്ത ജനവിഭാഗങ്ങൾക്കും അവരുടെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവും സാമൂഹികവും അവരുടെ ആശ്വാസപരവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുൻഗാമികളായിട്ടുള്ള ആളുകൾ ഇന്നും അങ്ങനെ വഖഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സന്ദർഭത്തിൽ, അതിനുശേഷം 1863 നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ വിവിധ മത സമുദായങ്ങളുടെ ദാനധർമ്മങ്ങളാകുന്ന അവരുടെ സ്വത്തുക്കൾ, അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള റിലീജിയസ് ആയിട്ടുള്ള ആക്ട് ഇവിടെ പാസ്സാക്കപ്പെടുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരപ്പെടുന്നത്. അതിനെ തുടർന്നാണ് 1913 അതിന് ശേഷമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിവിധ മതസമുദായങ്ങളുടെ അവരുടെ സാമുദായികവും മതപരവുമായും അല്ലാത്തതുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള സ്വത്തുക്കളുടെ സംരക്ഷണത്തിനും അതിൻ്റെ കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി വിവിധ കാലങ്ങളായിട്ടുള്ള വിവിധ നിയമങ്ങൾ വന്നിട്ടുണ്ട്. 1954 വഖഫ് ആക്ട് വന്നിട്ടുണ്ട്. 1954, 1963, 1995 അല്ലേ, അതുപോലെ തന്നെ 2013 ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും അതിനെ പരിഷ്കരിച്ചുകൊണ്ട് ഈ വഖഫ് സ്വത്തുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അത് അന്യാധീനപ്പെടാതിരിക്കാനുള്ള സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി വിവിധ കാലങ്ങളിലായി വന്നിട്ടുള്ള ഭരണകൂടങ്ങൾ വിവിധ ആക്ടുകൾ പാസ്സാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2013 ഈ ആക്ട്, ഏറ്റവും അവസാനം വന്ന 2025 മുമ്പ് വന്ന ആക്ടാണ്. ഇതിൽ ഇന്ത്യയിലെ എല്ലാ ഭരണകക്ഷിയും BJP അടക്കമുള്ള ഭരണകക്ഷിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് 2013 വഖഫ് ആക്ട് നിലവിൽ വന്നിട്ടുണ്ടായത്. പക്ഷേ നമുക്കറിയാം 2025 ആയപ്പോഴേക്കും എന്തിനു വേണ്ടിയിട്ടാണോ വഖഫ് ബോർഡുകളും ട്രൈബ്യൂണലുകളും വഖഫ് ആക്ടുകളും രാജ്യത്ത് നിലവിൽ വന്നത്, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബില്ലാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വഖഫ് അമെൻഡ്മെൻറ്റ് ബിൽ എന്ന പേരിൽ 44 ഭേദഗതികളോടുകൂടി നമ്മുടെ BJP ഗവൺമെൻറ് ഇവിടെ പാസ്സാക്കിയിട്ടുള്ളത്. അവർ പാർലമെൻറ്റിലും അവരുടെ മീഡിയകളിലൂടെയും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഒരു ഭാഗത്ത് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ വഖഫ് സംരക്ഷിക്കാൻ എന്ന പേരിലാണ് അവർ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാത്രി ഇരുന്നു കൊണ്ട് ഉണ്ടാക്കിയതല്ല BJP ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള വഖഫ് അമെൻഡ്മെൻറ്റ് ബിൽ എന്ന് പറയുന്നത്. വർഷങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലുള്ള 800-ലധികം വരുന്ന നിയമവിദഗ്ധരെ ഇരുത്തിക്കൊണ്ടാണ് RSSൻ്റെ മേൽനോട്ടത്തിൽ ഈ ബില്ല് നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് വരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഓരോ ഭേദഗതിയും പരിശോധിക്കുകയാണ്. അതൊക്കെ നമ്മൾ സവിസ്തരം വായിച്ചതാണ്. ഓരോന്നും പരിശോധിക്കുകയാണെങ്കിൽ അത് വഖഫ് സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമോ മതപരമോ ആയിട്ടുള്ള സപ്പോർട്ടിന് പിന്തുണക്കോ വേണ്ടിയിട്ടല്ല പാസ്സാക്കിയിട്ടുള്ളത്. എങ്ങനെയെങ്കിലും മുസ്ലിം സമൂഹത്തിൻ്റെ വംശനാശം സംഭവിക്കാൻ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള വംശനാശം സംഭവിക്കാൻ എങ്ങനെയെല്ലാം പണിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബില്ലാണ് പാസ്സാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അടിത്തറ, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ, അവരുടെ സാംസ്കാരികമായിട്ടുള്ള അടിത്തറ,
അതിനെ പുഴകി എറിഞ്ഞുകൊണ്ടുള്ള ഒരു ബില്ലാണ് ഇവിടെ പാസ്സാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അതിൽ ഇന്ത്യയിലെ ഓരോ മതവിഭാഗം, ദേവസ്വം ബോർഡുണ്ട്, ക്രിസ്തീയ ഏറ്റവും കൂടുതൽ മത സ്വത്തുള്ള ക്രിസ്തീയ സഭകൾ, അവർക്കൊക്കെ അവരുടെ മതവിഭാഗങ്ങൾ തന്നെയാണ് അവരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാലം വരെയും മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കളുടെയും അതിൻ്റെ വഖഫ് ബോർഡിൽ ഒക്കെ പൂർണ്ണമായിട്ടും 100% അതിലെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ആ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളായിരുന്നു. പക്ഷേ പുതിയ ബില്ലോടുകൂടി വരുന്നത് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ BJP ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഇന്നലെ സുപ്രീം കോടതിയിൽ കൊടുത്തൊരു വിശദീകരണ പ്രകാരം ആകെ കേന്ദ്രത്തിൽ 4 സംസ്ഥാനത്ത് 2 നോൺ മുസ്ലിംസിനെ മാത്രമേ അതിൽ കയറ്റുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അതല്ല ശരി. ആ കാറ്റഗറിയിൽ മുസ്ലിം എന്ന കാറ്റഗറി എന്ന് പറയുന്ന കോളം തന്നെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. മറിച്ച് നോൺ മുസ്ലിം എന്നുള്ള കാറ്റഗറി അതിന് സംവരണം അത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കാറ്റഗറിയിലും MLA-യുടെ കാറ്റഗറി, MP-യുടെ കാറ്റഗറി, ഇതിലൊക്കെ തന്നെ നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് BJPക്ക് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആളുകളെ തിരികെ കയറ്റാവുന്നതാണ്. അതിൻ്റെ CEO ആയിട്ട് ഒരു മുസ്ലിമിനെ തന്നെ വെക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഭൂരിപക്ഷവും നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകളെ അംഗങ്ങളാക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് വഖഫ് ബോർഡിൽ, സെൻട്രൽ വഖഫ് ബോർഡിലും സ്റ്റേറ്റ് വഖഫ് ബോർഡിലും അവർ ഈ ബില്ലിൽ ആക്റ്റായിട്ട് അല്ലെങ്കിൽ ചട്ടമായിട്ട് കൊണ്ടുവരപ്പെടാൻ പോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥകൾ എന്തായിരിക്കുമെന്നുള്ളത് നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയുന്നത്, അതിന് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വഖഫ് യൂസർ എന്ന് പറയുന്നത് സുപ്രീം കോടതി അതിശക്തമായ രീതിയിൽ ചോദ്യം ചെയ്തൊരു കാര്യം കൂടിയാണ്. ഉപയോഗത്താലുള്ള വഖഫ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് 2 നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ചു പോരുന്ന സ്ഥലം, അത് വഖഫായിട്ടാണ് എണ്ണപ്പെടുക. വഖഫ് യൂസർ എന്ന പേരിലാണ് അറിയപ്പെടുക. ഇത് നിർത്തലാക്കാൻ പോവുകയാണ്. ഇതിൽ ഗവൺമെൻറ്റുമായിട്ട് തർക്കത്തിലുള്ള ഇങ്ങനെയുള്ള ഭൂമികളൊക്കെ തന്നെ ഇതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് വരാൻ പോവുകയാണ്. വഖഫ് സ്വത്ത് എന്നുള്ള അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെടാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അതുപോലെ വഖഫുൽ ഔലാദ് എന്ന് പറയും. വഖഫുൽ ഔലാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാൾ തങ്ങളുടെ സ്വത്ത് അവരുടെ കുടുംബത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്നതോടൊപ്പം തന്നെ അവരുടെ കാലശേഷം അനന്തരാവകാശികളില്ലാതെ വരുമ്പോൾ അത് വഖഫായിട്ട് മാറ്റപ്പെടുന്നതാണ് വഖഫുൽ ഔലാദ്. ഈ അമെൻമെന്റ് ബിൽ വരുന്നതോടുകൂടി വഖഫുൽ ഔലാദ് എന്ന് പറയുന്ന ആ വഖഫ് ആക്റ്റിലുണ്ടായിരുന്ന സാധനം ഇല്ലാതാക്കാൻ പോവുകയാണ്. ഇതുപോലെ തന്നെ മുത്തവല്ലികളെ നമുക്കറിയാം. ഓരോ വഖഫിൻ്റെ സ്ഥലങ്ങളും അതിൻ്റെ അധികാരം എന്ന് പറയുന്നത് ഒന്നുകിൽ കമ്മിറ്റികളായിരിക്കും, പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ ഖബർസ്ഥാൻ കമ്മിറ്റി, അല്ലെങ്കിൽ മുത്തവല്ലികളായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ ചെയ്യുന്ന മുത്തവല്ലികളാണ്. ഈ മുത്തവല്ലികളെക്കുറിച്ചുള്ള അതിലെ പരാമർശം എന്ന് പറയുന്നത്, ഈ മുത്തവല്ലി അംഗമായിട്ടുള്ള സംഘടനയെ UAPA പ്രകാരം അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിരോധിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ആ മുത്തവല്ലിമാർക്ക് ആ സ്ഥാനം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ മുത്തവല്ലിയുടെ കീഴിലുള്ള സ്ഥലം ആരുടെ കയ്യിൽ വരും? ഓട്ടോമാറ്റിക് സർക്കാരിൻ്റെ കീഴിൽ കൊണ്ടുവരുന്ന ഒരു വകുപ്പാണ് അതിലുള്ളത്. നമുക്കറിയാം, ഇന്ത്യയിലെ UAPA-യുടെ അവസ്ഥകൾ നമുക്കറിയാം. പ്രത്യേകിച്ചും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ അവരുടെ ബോധപൂർവം തന്നെ UAPA-യിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് ഉൾപ്പെടുത്തി ഈ ഒരു സ്ഥാനം, മുത്തവല്ലി എന്ന് പറയുന്ന സ്ഥാനം ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ വഖഫ് സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരുന്നത്, അതിൻ്റെ തർക്കങ്ങൾ ചർച്ച ചെയ്യുകയും നിരീക്ഷിക്കുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന ട്രൈബ്യൂണുകളായിരുന്നു, വഖഫ് ട്രൈബ്യൂണുകൾ. ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ ആ പദവി ഇല്ലാതാക്കുകയും അത് ജില്ലാ കലക്ടറുടെ കീഴിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ജില്ലാ കളക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നേരിട്ട് സർക്കാരിൻ്റെ ഡയറക്റ്റ് അധീനത്തിലുള്ള സാധനമാണ്. നമുക്കറിയാം ബാബറി മസ്ജിദ് എന്ന് പറയുന്ന അതിൻ്റെ ഇഷ്യൂ, അതിൻ്റെ തുടക്കക്കാരൻ തന്നെ ഇങ്ങനെയുള്ള ജില്ലാ മജിസ്ട്രേറ്റ് കേരളക്കാരനായ KK നായരായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ആശങ്കകൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒരു ബില്ലാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെട്ടിട്ട് അതിനുള്ള ചട്ടങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത്, നിയമമായി ചട്ടങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത് അത് സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബില്ല് ഇവിടെ നടപ്പിലാക്കാൻ പോകുമ്പോൾ നമുക്കറിയാം, കാലങ്ങളായിട്ട് മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ 10,000 കണക്കായിട്ടുള്ള കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുക, JDT, ഫറൂഖ് കോളേജ്, അങ്ങനെ കേരളത്തിലും നമ്മുടെ 32 സംസ്ഥാന സ്ഥലങ്ങളിലായിട്ട് വഖഫ് ബോർഡുകളുണ്ട്. ഇതിന് കീഴിലുള്ള
വഖഫ് ബോർഡിന് സ്വത്തില്ല, പക്ഷെ വഖഫ് ബോർഡിന്റെ കീഴിൽ അതിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എത്ര ഈ രാജ്യത്തെ ജനങ്ങളാണ് അതിൻ്റെ ഗുണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലാകട്ടെ, അല്ലെങ്കിൽ പിന്നെ മറ്റു സ്കൂളുകളാവട്ടെ, കോളേജുകളാവട്ടെ, സർവകലാശാലകളാവട്ടെ, മറ്റ് സംവിധാനങ്ങളാവട്ടെ, അതിൻ്റെ ഗുണങ്ങളൊക്കെ മൊത്തം മനുഷ്യർക്കാണുള്ളത്. അല്ലാതെ അത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഭാഗത്തിന് മാത്രമല്ല ഗുണം കിട്ടുന്നത്. ഈ ഗുണം തന്നെ നഷ്ടപ്പെടാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ നമുക്കറിയാം, ഇത് യഥാർത്ഥത്തിൽ ബില്ല് എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങൾക്ക്, അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. 1950 നമുക്കറിയാം, നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇന്ത്യയിലെ ഭരണഘടന നിയമങ്ങൾ എങ്ങനെയായിരിക്കണമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നപ്പോൾ അവരുടെ ചർച്ചയിലുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ മതവിഭാഗങ്ങൾ, അവരുടെ ദാനധർമ്മങ്ങൾ, അവരുടെ സ്വത്തുക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ച സവിസ്തരം നടക്കുകയുണ്ടായി. ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 26 വളരെ സവിസ്തരമായിട്ട് തന്നെ ഇന്ത്യയിലെ ഏതൊരു പൗരന് ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് ആചാരങ്ങൾ കൊണ്ട് നടക്കുവാനും ആരാധനാലയങ്ങൾ നടത്തുവാനും സ്വത്ത് സമ്പാദിക്കുവാനും അത് വിൽപ്പന നടത്തുവാനും അത് കൈകാര്യം ചെയ്യുവാനുമുള്ള പരിപൂർണമായിട്ടുള്ള അവകാശങ്ങൾ, മൗലികമായിട്ടുള്ള അവകാശങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 25, 26 ഭരണഘടനാപരമായിട്ടുള്ള താല്പര്യത്തിന് വിരുദ്ധമായ രീതിയിലാണ് ഈ കാര്യങ്ങളുള്ളത്. ഇപ്പം നമുക്കറിയാം, ഒരു മുസ്ലിം ഒരാൾക്ക് വഖഫ് ചെയ്യണമെങ്കിൽ അയാൾ 5 വർഷം തുടർച്ചയായിട്ട് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളതാണ്. ഇതാരാണ് തീരുമാനിക്കുക? ആരാണ് ഒരാൾ 5 വർഷം തുടർച്ചയായിട്ട് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നു? ഇത് യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഇന്ത്യൻ പൗരന് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ പിന്നെ വഖഫുകളുടെയും ദാനധർമ്മങ്ങളുടെയും ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് കൊടുക്കുന്നുണ്ട്, പള്ളിക്ക് കൊടുക്കുന്നുണ്ട്, കോളേജുകൾക്ക് കൊടുക്കുന്നുണ്ട്, ദീനി മദാരിസുകൾക്ക് കൊടുക്കുന്നുണ്ട്, ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ മതവിഭാഗങ്ങളും ദാനധർമ്മങ്ങളും വഖഫായിട്ടൊക്കെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ അവകാശമാണ് ഈ ബില്ലോടുകൂടി നടപ്പിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടതാണ് നമുക്കറിയാം, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും, ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ വിഭാഗങ്ങളും, വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ദളിതനുണ്ട്, മുസ്ലിമുണ്ട്, സിഖുകാരനുണ്ട്, എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചണിചേർന്നുകൊണ്ട് സംഘപരിവാർ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഈ വഖഫ് ആമെൻമെന്റ് ബില്ലിനെതിരെ അതിശക്തമായിട്ടുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾ വളരെ തീക്ഷ്ണമായ രീതിയിൽ തന്നെ, വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ നമ്മുടെ പ്രതിപക്ഷ അംഗങ്ങൾ അത് കൊണ്ടുവന്നു എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ആ പാർലമെൻറ്റ് അംഗങ്ങളെ പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 രീതിയിലുള്ള ഇടപെടലുകളാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, സുപ്രീം കോടതിയിലൂടെയുള്ള നിയമ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതിയിലേക്ക് നൽകിയിട്ടുണ്ട്, നമുക്കറിയാം, പരാതി നൽകിയിട്ടുണ്ട്. രണ്ടാമത്, നമ്മുടെ തെരുവുകളൊക്കെ തന്നെ, ഇപ്പോൾ ഗുജറാത്ത് കലാപം നടന്ന അഹമ്മദാബാദിലാണ് 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുള്ള പ്രതിഷേധ ചത്തരങ്ങൾ വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജയ്പൂരിൽ, അഹമ്മദാബാദിലെ, മുംബൈയിൽ, അതുപോലെ നമ്മുടെ കേരളത്തിലും ഇതുപോലുള്ള 10,000-കണക്കായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തെരുവ് പോരാട്ടങ്ങൾ, ഇതുപോലെയുള്ള വിവിധ മാനവികതയിൽ വിശ്വസിക്കുന്ന ആളുകളുടെയൊക്കെ തന്നെ സംഗമങ്ങളിലൂടെ ഈ വിഷയം എഡ്യൂക്കേറ്റ് ചെയ്യുകയും സംഘപരിവാർ കൊണ്ടുവന്നിട്ടുള്ള ഈ ബില്ലിനെതിരെയായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇത് നാം പഠിക്കുകയും വിഷയം പഠിക്കുകയും ജനങ്ങളിലേക്ക് അത് എത്തിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ഈ ബില്ലിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ട ഇതിലുണ്ട് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ പേരിലാണ് ചില ആളുകൾക്ക് സംശയമാണ്, വഖഫ് വളരെ കിരാതമാണ് എന്ന് പറയുന്നു. ചില ക്രിസ്തീയ വിശ്വാസികൾ തെറ്റിദ്ധാരണ മൂലം ഈ ബില്ലിനൊക്കെ തന്നെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയുണ്ടായി. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായ ഒരു കാലത്ത് 1968 മാർട്ടിൻ ലൂതർ കിങ്ങിനെ കൂട്ടക്കൊല നടത്തിയതിന് ശേഷം USA അമേരിക്കയിലെ ജെയിൻ എലിയറ്റ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. തൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ 2 വിഭാഗക്കാരെ തീർത്തു. ബ്ലൂ ഐ ഉള്ള നീലക്കണ്ണുള്ള കുട്ടികളും ബ്രൗൺ കളറുള്ള കുട്ടികളും. അങ്ങനെ അല്പാപം 2 വിഭാഗമാക്കി. പിന്നീട് ഈ നീലക്കണ്ണുള്ള കുട്ടികൾ ഒന്നിനും പറ്റാത്തവരാണെന്ന് തോന്നിപ്പിച്ചു. അങ്ങനെ അവസാനം ഇങ്ങനെ മുന്നോട്ട് പോയി അവർക്കൊരു അടയാളം കൊടുത്തു. അവർ നീലക്കണ്ണുള്ള കുട്ടികൾ തിരിച്ചറിയ അടയാളം കൊടുത്തു. അവസാനമായി ബ്രൗൺ കളറുള്ള കുട്ടികൾ നീലക്കണ്ണുള്ള കുട്ടികളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ മുഖ്യധാരയിൽ നിന്ന് പിറകോട്ട് പോയ ഒരു കഥ, ഒരു പരീക്ഷണത്തിൻ്റെ കഥ നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കുന്നതാണ്. ഖലീല ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.
ഖലീലാവദിമ്നയിൽ ഒരു കഥയുണ്ട്. ഉക്കിൽത്തു യൗമ, അതായത് വെള്ളക്കാളയെ കൊന്ന ദിവസം ഞാനും തിന്നപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാട്ടിലെ ഒരു സിംഹവും 3 കാളകളുണ്ടായിരുന്നു. ഒന്ന് വെള്ളക്കാളയാണ്, മറ്റൊന്ന് ചുവന്ന കാളയാണ്, മറ്റൊന്ന് കറുത്ത കാളയാണ്. അങ്ങനെ ഈ സിംഹത്തിന് ഈ 3 കാളയിറച്ചി തിന്നണം. കാളയിറച്ചി തിന്നണമെങ്കിൽ സിംഹത്തിന് ഇവർ 3 ഒന്നിച്ച് നടക്കുക, 3 ഒന്നിച്ച് അറ്റാക്ക് ചെയ്യും. അപ്പോൾ പിന്നെ ഒരു പണിയെടുത്തു, എനിക്ക് പിന്നെ വെള്ളക്കാളയുടെ ഇറച്ചി കിട്ടണം, എന്തായാലും നിങ്ങൾ രണ്ടാളും നിങ്ങൾ നമ്മളെ സംരക്ഷിച്ചോളാം, നിങ്ങൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ചുവന്ന കാളയും കറുത്ത കാളയും തീരുമാനം എടുത്തു. അവർ തന്നെ വെള്ളക്കാളയെ കൊന്നുകൊണ്ട് ആ മാംസം ആർക്ക് കൊടുത്തു? സിംഹത്തിന് കൊണ്ടുവന്നു കൊടുത്തു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും കാളയിറച്ചി പൂതിയായി സിംഹത്തിന്. അങ്ങനെ ഭീഷണിപ്പെടുത്തി കറുത്ത കാളനോട് പറഞ്ഞു, നീ എനിക്ക് കാളയിറച്ചി പൂതിയാകുന്നുണ്ട്, അതുകൊണ്ട് നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം, ചുവന്ന കാളയിറച്ചി എനിക്ക് കൊണ്ടുവന്നു പറഞ്ഞു. അങ്ങനെ ഈ കറുത്ത കാള ചുവന്ന കാളയെ ആക്രമിച്ച് ഇറച്ചി കൊണ്ടുവന്നു കൊടുത്തു സിംഹത്തിന്. അങ്ങനെ പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും കാളയിറച്ചിയുടെ പിന്നെ അതിൻ്റെ ടേസ്റ്റ് വന്നപ്പോൾ സിംഹത്തിനത് കഴിക്കേണ്ടതുണ്ട്. അങ്ങനെ വീണ്ടും പിന്നെ ചെയ്ത് കറുത്ത കാളനെ ആക്രമിച്ചുകൊണ്ട്, കാരണം പിന്നെ ആരും രക്ഷിക്കാനില്ല, സംരക്ഷിക്കാനില്ല, സപ്പോർട്ട് ചെയ്യാനില്ല, പിന്തുണക്കാനില്ല കറുത്ത കാള ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊന്ന് അതിൻ്റെ മാംസം തിന്നുകയാണ് ചെയ്യുന്നത്. ഇതന്നെയാണ് ചരിത്രത്തിൽ നാസിസത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഫാഷിസത്തിൻ്റെ ചരിത്രവും ആ അനുഭവം തന്നെ ആയിരിക്കുമെന്ന് തിരിച്ചറിയാൻ എല്ലാ വിഭാഗങ്ങളും, വിശ്വാസിയല്ലാത്തവനും, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നാലും, ഏത് സമുദായത്തിൽപ്പെട്ട ആളായിരുന്നാലും, വെള്ളക്കാളയെ തിന്ന ദിവസം തന്നെ ഞാൻ തിന്നപ്പെട്ടിട്ടുണ്ട് എന്ന ഖലീലാദിമ്നയിലൂടെ പഠിപ്പിക്കുന്ന ആദർശനപരമായിട്ടുള്ള കഥ ഈ ഫാസിസ്റ്റ് കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, കൊളോണിയൽ കാലത്ത് നിന്ന് ഫാസിസ്റ്റ് കാലത്ത് എത്തപ്പെട്ടിട്ടുള്ള കാലത്ത് നാം എത്രയും നേരത്തെ ഓർക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക വീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത് പോരാട്ടത്തിൻ്റെ മുഖത്ത് നാം സജ്ജമാകുന്നുവോ അത്രയും ഇന്ത്യ എന്ന് പറയുന്ന ഈ മാനവികമായ ലോകത്തിന് തന്നെ മുന്നിൽ നിൽക്കുന്ന ബഹുസ്വരമായ രാജ്യത്തിൻ്റെ സാംസ്കാരികമായ പാരമ്പര്യത്തെ സംരക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് കഴിയട്ടെ, അതിനുള്ള ഒരു പ്രചോദനമാവട്ടെ ഈ ഇൻകിലാബ് തമ്പ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.